അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ പറയുന്നു. പെന്തക്കോസ്ത തിരുനാൾ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അഗ്നി ജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു നിന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് നൽകിയ ഭാഷണവരമനുസരിച്ച് അവരെല്ലാവരും സംസാരിച്ചു. യേശുവിന്റെ കൂടെ 3 വർഷക്കാലം യേശുവിന്റെ ശിഷ്യന്മാർ നടന്നീങ്ങി. എന്നാൽ അവസാനമായപ്പോൾ യേശു പറഞ്ഞു, എനിക്കൊരു മരണമുണ്ട്. ആ മരണത്തിനു വേണ്ടി യേശു ഒരുങ്ങിയായിരുന്നു. എനിക്കൊരു മാമോദീസ സ്വീകരിക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാർക്ക് ആർക്കും തന്നെ യേശു എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാത്ത അവസ്ഥ. അവരുടെ പഴയ ജീവിതത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാര്, യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടിരിക്കുന്ന ശിഷ്യന്മാര്, യേശുവിന്റെ രൂപാന്തരീകരണം കണ്ടിരിക്കുന്ന ശിഷ്യന്മാര്, അതോടൊപ്പം തന്നെ കാനായിൽ കൽഭരണികളിൽ വെള്ളം വീഞ്ഞാക്കിയത് കണ്ട ശിഷ്യന്മാര്, യേശുവിന്റെ കൂടെ നടന്ന് മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്ന കണ്ട ശിഷ്യന്മാര്, യേശു എന്തൊക്കെ പറഞ്ഞാലും അവസാന നാളുകളിൽ ഈ ശിഷ്യന്മാരുടെ തലയിലേക്കൊന്നും കയറാത്ത അവസ്ഥ. ഈ അവസ്ഥയിലും യേശു ഇവരെ ശകാരിക്കുന്നില്ല, ഇവരെ ശിക്ഷിക്കുന്നില്ല. ഇവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിനപ്പുറം എനിക്ക് അങ്ങേരായിട്ട് ചെന്ന് കഴിയുമ്പോൾ ഞാൻ എവിടെ ഇരിക്കണം? വലതുഭാഗത്താണോ ഇടതു ഭാഗത്താണോ എന്റെ കസേര? ഇതായിരുന്നു അവിടെ ചിന്ത. എന്നാൽ അവിടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറയ്ക്കുന്ന എപ്പോഴാ? അവിടെ ജീവിതത്തിലേക്ക് അഗ്നിജ്വാലകളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോഴാ. നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എപ്പോഴാ? ഈ അഗ്നിജ്വാലയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോഴാ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തീഷ്ണത ഉണ്ടാവുന്ന എപ്പോഴാ? ഈ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോഴാ. വിശുദ്ധമായി ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്ന എപ്പോഴാ? നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാ. അല്ലെങ്കിൽ എന്താ പ്രശ്നം? യേശു പറഞ്ഞതും കേട്ടതും എല്ലാം തന്നെ ശിഷ്യന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. എല്ലാം സംശയത്തോടുകൂടെ കാണുന്ന അവസ്ഥ മാത്രം. പഠനം കൊണ്ട് മാത്രം കാര്യമില്ല, പഠിച്ചുകൊണ്ട് മാത്രം ആരും വിശുദ്ധാത്മാക്കളായി തീരുന്നില്ല. അഗ്നി ഇറങ്ങണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം. വിശുദ്ധ അൽഫോൻസമ്മ ട്യൂഷൻ ക്ലാസ്സിൽ പോയത് കൊണ്ടല്ല വിശുദ്ധിയായി തീർന്നത്. വിശുദ്ധ യൂപ്രാസ്യമ്മ ട്യൂഷൻ ക്ലാസ്സിൽ പോയത് കൊണ്ടല്ല അവൾ വിശുദ്ധിയായി തീർന്നത്. വിശുദ്ധ ചാവറ പിതാവ് വിശുദ്ധനായി തീർന്നത് ട്യൂഷൻ ക്ലാസ്സിൽ പോയത് കൊണ്ടല്ല, മറിച്ച് ഈ അഗ്നി ഇറങ്ങിയത് കൊണ്ടാ. ഈ അഗ്നി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോഴാ ഒരു പുത്തൻ വ്യക്തികളായി, പുത്തൻ അഭിഷേകമുള്ള വ്യക്തികളായി നാം ഓരോരുത്തരും തീരുക എന്ന് ഓർത്തിരുന്നു. ഈ അഗ്നി ഇറങ്ങാതെയുള്ള നമ്മുടെ ജീവിതം വൃഥാവിലുള്ള ജീവിതം. എല്ലാം നമുക്ക് ഭാരമാണ്. യേശുവിന്റെ ശിഷ്യന്മാര് യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ നിരാശയിലേക്ക് അതുപോലെ തന്നെ ഉത്കണ്ഠകളിലേക്കും പോയി. എല്ലാം അവർക്കൊരു ഭാരമായിരുന്നു. എന്നാൽ ഉദ്ധാരം ചെയ്ത യേശുവിനെ ദർശിച്ചുവെങ്കിലും അവരുടെ ജീവിതത്തിൽ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. അവിടെ ജീവിതത്തെ മാറ്റിമറിച്ചത് എന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാ അവിടെ ജീവിതത്തിൽ മാറ്റമുണ്ടായത്, മനസാന്തരമുണ്ടായത്. അവർ പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ച് പഴയ നിയമത്തിൽ കാണുന്നുണ്ട് മോശയെ കുറിച്ച്. ഈ മോശ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുക. ഇതാ രാവിലെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുകയാണ് അവിടെ മുൾപ്പടപ്പിൽ തീയെ. ഉച്ചയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴും കാണുക ഉൾപ്പടപ്പിൽ തീയെ. വൈകുന്നേരം ചെന്ന് കഴിഞ്ഞപ്പോഴും മോശ കാണുക ഉൾപ്പടപ്പിൽ തീയെ. പക്ഷെ തീ കത്തുന്നുണ്ട്. പക്ഷേ ഇത് ഈ മുൾപ്പടപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥ. അതിന് തൊട്ടപ്പുറത്ത് ഈന്തപ്പനയുണ്ട്. ഈന്തപ്പനയില് ഈ തീ കയറുന്നില്ല. ഇതിന്റെ തൊട്ടപ്പുറത്ത് അത്തിമരമുണ്ട്. അവിടെയും തീ കത്തുന്നില്ല. ഈ തീ കത്തുന്ന മുഴുവൻ മുൾപ്പടപ്പില. മോശ ഒരു മുൾപ്പടപ്പായിരുന്ന മോശയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് എന്താ? ഈ അഗ്നി ഇറങ്ങി വന്നതാ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൊന്ന് ഓർത്തു നോക്കിയേ, ഇതുപോലെ തന്നെ ഒരു മുൾപ്പടപ്പായ ജീവിത നമ്മുടേത്. നമ്മുടെ നാവ് ഒരു മുൾപ്പടപ്പ.
അനേകം വ്യക്തികളെ ഈ നാവ് ഇതാ കൊന്ന് ഒടുക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വാക്കുകള് അനേകം വ്യക്തികളെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നാം എന്താ പ്രാർത്ഥിക്കേണ്ടത്? മുൾപ്പടപ്പായ ഈ മുൾപ്പടപ്പിലേക്ക് ഇറങ്ങി വന്ന അഗ്നി എന്റെ നാവിലേക്ക് ഇറങ്ങി വരണമേ. എന്റെ ചിന്ത, അശുദ്ധമായ ചിന്ത, ദുഷിച്ച ചിന്ത, നെഗറ്റീവ് എനർജി എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. ഞാൻ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് എന്താ? കർത്താവേ, എന്റെ ചിന്തയിലേക്ക് ഒരു മുൾപ്പടപ്പ, എന്റെ ചിന്ത, ഈ ചിന്തയിലേക്ക് അഗ്നി ഇറങ്ങണം. അല്ലാതെ ഈ അഗ്നി ഇറങ്ങിയത് ഇന്തപ്പനയിലൊന്നും അല്ല, മറിച്ച് ഈ മുൾപ്പടപ്പില. എങ്കിൽ എന്റെ മുൾപ്പടപ്പാവുന്ന ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാവുന്ന അഗ്നി ഇറങ്ങണമേ, ഇറങ്ങണമേ, ഇറങ്ങണമേ എന്ന് ഈ സമയം നാം പ്രാർത്ഥിച്ചോ. നാം യോഹന്നാൻ ശ്ലീഹായെ കുറിച്ച് പറയുന്നുണ്ട്. ഈ യോഹന്നാൻ ശ്ലീഹ ആരായിരുന്നു? യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യൻ, യേശുവിന് പ്രിയപ്പെട്ടവനാ, അവനെ മാറോട് ചേർത്തവനാ. എന്നാൽ അവന്റെ ഹൃദയത്തിന്റെ ഭാവം എന്തായിരുന്നു? അവന്റെ ഹൃദയത്തിന്റെ ഭാവമാണ് അധികാരമോഹിയായിരുന്നു, പ്രതികാരമോഹിയായിരുന്നു. അവൻ ആഗ്രഹിച്ചു അധികാരങ്ങൾ. അങ്ങേ രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ എന്റെ സീറ്റ് എവിടെയാ? ഇടതുവശത്താണോ വലതുവശത്താണോ? എനിക്കൊരു പ്രധാനപ്പെട്ട സീറ്റ് കിട്ടണം. ഒരു അധികാരമോഹിയായിരുന്നു. ഇതുപോലെ തന്നെ ഒരു പ്രതികാരമോഹിയായിരുന്നു യോഹന്നാൻ. സമറിയ ദേശക്കാര് യേശുവിന് വേണ്ട ബഹുമാനമൊന്നും കൊടുത്തില്ല. ആ സമയത്ത് എന്താണ് യോഹന്നാൻ ശ്ലീഹായുടെ അധരത്തിൽ നിന്ന് വന്നത്? നമുക്ക് ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി ഈ ദേശം തന്നെ നശിപ്പിച്ചു കളയാം, ഈ ദേശം തന്നെ നശിപ്പിച്ചു കളയാം. അത്രമാത്രം പ്രതികാരമോഹിയായിരുന്നു യോഹന്നാൻ. എന്നാ പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് ദിനത്തിൽ ഈ അധികാരമോഹിയായ പ്രതികാരമോഹിയായ യോഹന്നാന്റെ മേൽ അഗ്നി ജ്വാലകളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ഈ യോഹന്നാൻ ശ്ലീഹായുടെ ജീവിതം മാറിയ. പിന്നീട് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത് എന്താ? സുവിശേഷകന്മാര് നമുക്ക് കാണിച്ചു തരിക, തിരുവചനം നമുക്ക് കാണിച്ചു തരിക. യോഹന്നാന്റെ അധരത്തിൽ നിന്നാണ് ഏത് സമയവും ഉരുവിട്ടുകൊണ്ടിരുന്നത്, ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. ഒരു പ്രതികാരമില്ല, അധികാരമില്ല, മറിച്ച് ദൈവം സ്നേഹമാകുന്നു. അവന്റെ മുൾപ്പടപ്പ് പോലുള്ള ജീവിതത്തിന്റെ മേൽ അഗ്നി ഇറങ്ങിയപ്പോൾ സംഭവിച്ച സ്നേഹത്തിന്റെ സുവിശേഷകനായി വിശുദ്ധ യോഹന്നാൻ അവിടുന്ന് മാറുകയാണ്. ഇന്ന് നമ്മളും പ്രാർത്ഥിക്കണം, കർത്താവേ, എന്റെ ജീവിതത്തിന്റെ മേലും ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെ ഞാൻ കടന്നു പോകുക. അധികാരമോഹിയും പ്രതികാരമോഹിയും എല്ലാ ജഡത്തിന്റെ വ്യാപാരങ്ങളും എന്റെ മേൽ ആവസിച്ചിരിക്കുന്ന അവസ്ഥയാ. എനിക്ക് ഇതിൽ നിന്നൊരു വിടുതല കിട്ടണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അഗ്നിയായി എന്റെ ജീവിതത്തിന്റെ മേൽ, എന്റെ ജീവിതത്തിന്റെ മുൾപ്പടപ്പുകളുടെ മേൽ അവിടുന്ന് കത്തി പടരണമേ, കത്തി പടരണമേ എന്ന് പ്രാർത്ഥിച്ചു. നമുക്കറിയാം, സമറിയക്കാരി സ്ത്രീ ഇതുപോലെ തന്നെ ജഡത്തിന്റെ വ്യാമോഹങ്ങളിൽപ്പെട്ട് ഉടലുന്ന ഒരു സ്ത്രീയായിരുന്നു. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. എത്ര സ്നേഹം കിട്ടിയാലും മതിയാവാത്തവളായിരുന്നു. എന്നാൽ അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എന്താ? അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് യേശുവിന്റെ സവിധേ അവൾ ഇരിക്കുന്നു, യേശുവിനെ നോക്കുന്നു, യേശുവിനോട് സംസാരിക്കുന്നു. പിന്നീട് കാണാൻ സാധിക്കാം, എത്ര സ്നേഹം കിട്ടിയാലും മതിയാവാത്തവളായിരുന്നു സമറിയക്കാരി സ്ത്രീ. എന്നാൽ യേശുവിനെ കണ്ടു, യേശുവിനോട് സംസാരിച്ചു. അവളെ ഹൃദയ വികാര വിചാരങ്ങളെല്ലാം യേശുവിന്റെ മുമ്പിൽ തുറന്നു വെച്ച് കഴിഞ്ഞപ്പോൾ അവളെ കുറിച്ച് പിന്നീട് കാണാൻ സാധിക്കാം, പരിശുദ്ധാത്മാവാവുന്ന ജീവജലം അവൾ കുടിച്ചു. പിന്നീട് അവളുടെ ജീവിതം മാറി മറിയുക, അവളിലേക്ക് ഈ അഗ്നി ഇറങ്ങിയ, ഈ അഭിഷേകം ഇറങ്ങിയ. പിന്നീട് കാണാൻ സാധിക്കും, ഏത് ദേശത്തെയാണോ അവൾ ഭയപ്പെട്ടെ ആ ദേശത്ത് പോയി കർത്താവിന്റെ വചനം പ്രഘോഷിച്ചോ, ആ ദേശത്തിന്റെ മുഴുവൻ മിഷണറിയായി സമറിയക്കാരി സ്ത്രീ മാറി എന്നുള്ളതാ. ഇതാണ് പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ അഗ്നി, പരിശുദ്ധാത്മാവാവുന്ന അഗ്നി ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന. ദാവീദിനെ കുറിച്ച് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന മനുഷ്യനാ ദാവീദ്. ദാവീദ് സങ്കീർത്തനങ്ങളെ പറയുന്നു, കർത്താവാണ് എന്റെ ഇടയൻ,
എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഈ ദൈവത്തിന്റെ സ്നേഹാഗ്നിയിൽ ജീവിച്ച മനുഷ്യനായിരുന്നു ഈ ദാവീദ്. ജസ്സയുടെ പുത്രന്മാരിൽ ഏറ്റവും ഇളവന. എന്നാൽ ഈ ദാവീദിനെ കുറിച്ച് വചനം പറയുകയാണ്, എന്റെ ഹൃദയത്തിന് ഇണങ്ങിയ പുത്രനെ ഞാൻ കണ്ടു. കണ്ടോ പ്രിയപ്പെട്ടവരെ? ആര് നോക്കിക്കഴിഞ്ഞാലും കുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞവൻ, നോക്കിക്കഴിഞ്ഞാൽ പക്വതയില്ല എന്ന് നമ്മളൊക്കെ പറയുന്ന വ്യക്തികള്. പക്ഷേ അവനൊരു ജീവിതം ഉണ്ടായിരുന്നു, ആത്മാവ് നിറഞ്ഞ ജീവിതം. അതുകൊണ്ടാണ് അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരുന്നത്. നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്, ദാവീദിന് തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു, കർത്താവിന്റെ ശക്തി അവന്റെ മേൽ ശക്തമായി ആവസിച്ചു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളും പ്രാർത്ഥിക്കേണ്ടത് എന്താ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുൾപ്പടപ്പുകൾ നമ്മെ വലയം ചെയ്തിരിക്കുക. ഒരുപാട് പാപത്തിന്റെ ബന്ധനങ്ങൾ നമ്മെ വലയം ചെയ്തിരിക്കുക. ഒരുപക്ഷെ അഹങ്കാരമായിരിക്കാം, ഞാനെന്ന പാപം, കോപിക്കുന്ന സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം എന്റെ ഹൃദയത്തിൽ ഞാൻ കൊണ്ടുപോയി നടക്കുന്ന അവസ്ഥ, പ്രതികാര ചിന്ത, എപ്പോഴും എന്റെ ഹൃദയത്തിൽ പ്രതികാരം ചെയ്യണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ മുൾപ്പടപ്പുകൾ എന്റെ ജീവിതത്തിന്റെ മുകളിൽ അവിടുന്ന് ആവസിക്കുന്നുണ്ടോ, നീ ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, എന്റെ മുൾപ്പടപ്പ് പോലെയുള്ള ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിജ്വാലയായി ഇറങ്ങി വരണമേ എന്ന്. മോശ കണ്ട മുൾപ്പടപ്പ്, ആ മുൾപ്പടപ്പിലാണ് അഗ്നി ഇറങ്ങി വന്നത്. ഇതുപോലെ തന്നെ എന്റെ ജീവിതം ഒരു മുൾപ്പടപ്പ, എന്റെ കുടുംബം ഒരു മുൾപ്പടപ്പ. ഈ മുൾപ്പടപ്പ് പോലെയുള്ള എന്റെ ജീവിതത്തിന്റെ മേൽ അഗ്നിയായി പരിശുദ്ധാത്മാവേ ആവസിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധാത്മാവ് ആവസിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാർക്കും പുരോഹിതർക്കും രാജാക്കന്മാർക്കും മാത്രമായിരുന്നുവെങ്കിൽ നാം കാണുകയാണ് ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം തിരുവചനം, എല്ലാവരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കാം, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കാം, വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. അവസാന നാളുകളിൽ എല്ലാവരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കാം. മുൾപ്പടപ്പ് പോലെയുള്ള ജീവിതത്തിന്റെ മേൽ ആത്മാവിനെ ലഭിക്കുമെന്ന് തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ ഏറ്റവും വലിയ കോപ സ്വഭാവമുള്ള ഒരു വ്യക്തിയാ. നിന്റെ കോപ സ്വഭാവം കാരണം നിന്റെ കുടുംബത്തിൽ അസ്വസ്ഥത, നിന്റെ കോപ സ്വഭാവം കാരണം നിന്റെ മക്കൾക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, നിന്റെ കോപ സ്വഭാവം കാരണം നിന്റെ ജീവിത പങ്കാളിക്ക് നിന്നോട് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ. നീ ഇന്ന് പ്രാർത്ഥിച്ചോ, കർത്താവേ, എന്റെ കോപ സ്വഭാവത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന്. ഒരുപക്ഷെ ചില പാപത്തിന്റെ ബന്ധനങ്ങൾ ചില വ്യക്തികളെ ഇതാ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് നാളുകളായി ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടണം, എനിക്കിതിൽ നിന്നൊരു മോചനം കിട്ടണം, എന്റെ കഴിവ് കൊണ്ട് എനിക്ക് ഇതുവരെ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. കുമ്പസാരിക്കുന്നു, വീണ്ടും ആ പാപത്തിൽ ചെന്ന് വീഴുന്ന അവസ്ഥ. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാ ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടുക? നമ്മുടെ കഴിവുകൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. പിന്നെ സഹായകനായ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കണം. ഈ സഹായകനായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിന്നെ ഈ ആത്മാവിന് ഏത് അവസ്ഥയിലാണോ, ഏത് തഴക്ക ദോഷമാണോ, ഏത് പാപത്തിന്റെ ബന്ധനമാണോ നിന്നെ കെട്ടിയിട്ടിരിക്കുന്നത്, ഈ അവസ്ഥയിലേക്ക് അഗ്നി ഇറങ്ങി വരും. ദാഹത്തോടുകൂടെ പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവുന്ന അഗ്നി ഇറങ്ങി വരും. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, എപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് വിട്ടുപോകുന്നത്? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളുണ്ട്, അത് ഉപേക്ഷിക്കാൻ നാം തയ്യാറാവണം. ഒന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം തിരുവചനം. അവിടെ വചനം പറയുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എപ്പോഴാണ് നമ്മിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിർവീര്യമായിരിക്കുന്നത്? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ മാമോദീസായിലൂടെ സ്ഥൈലേപനത്തിലൂടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ
എന്റെ ഈ ആത്മാവിന്റെ അവസ്ഥ, പരിശുദ്ധാത്മാവിന്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാ? ഈ ആത്മാവ് നിർവീര്യമായി പോയിരിക്കുന്ന അവസ്ഥയാണ്. പല മക്കളുടെ അവസ്ഥ എന്താണെന്നറിയോ? ജീവനുണ്ട് എന്ന് പറയുന്നു, എന്നാൽ മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം തിരുവചനം പറയുന്നത്, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവനുള്ളവനാണ് എന്ന് നിന്നെ കുറിച്ച് പറയുന്നു, എന്നാൽ നീ മൃതര, ഉണരുക, നിന്നിൽ അവശേഷിപ്പിച്ചതിനെ ഉത്തേജിപ്പിക്കുക. നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, നീ ജീവനുള്ളവനാണ് എന്ന് നിന്നെ കുറിച്ച് പറയുന്നു. നമ്മളൊക്കെ പറയാറുണ്ട്, എനിക്ക് ജീവനുണ്ട്, എനിക്ക് ജീവനുണ്ട്. എന്താ ജീവനുണ്ട് എന്നതിന്റെ നമുക്കൊക്കെ പറയാനുള്ള കാര്യങ്ങൾ? നമ്മൾ ശ്വസിക്കുന്നു, സംസാരിക്കുന്നു, നടക്കുന്നു, ചിരിക്കുന്നു, ദേഷ്യപ്പെടുന്നു. ഇതൊക്കെയാണ് ജീവനുണ്ട് എന്നതിന്റെ പ്രകടമായ അടയാളങ്ങൾ. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മളോട് പറയുകയാണ് യോഹന്നാൻ ശ്ലീഹ വെളിപ്പാടിന്റെ പുസ്തകത്തിലൂടെ, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവനുള്ളവനാണ് എന്ന് നിന്നെ കുറിച്ച് പറയുന്നു, എന്നാൽ നീ മൃതരാ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അവസ്ഥ എന്താ? നീ മൃതരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നിലെ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ. ദൈവിക ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യരാ ആത്മാവില്ലാത്ത മനുഷ്യർ. ഈ മൃഗങ്ങളിൽ ജീവനുണ്ട്, മനുഷ്യരിലും ജീവനുണ്ട്. എന്താ മൃഗങ്ങളിലെ ജീവനും മനുഷ്യർ ജീവനും തമ്മിലുള്ള വ്യത്യാസം? അതറിഞ്ഞിരിക്കണം. മൃഗങ്ങളിലെ ജീവനും മനുഷ്യരുടെ ജീവനും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യനിൽ ദൈവിക ജീവൻ ഉണ്ട് എന്നുള്ളതാ. എന്നാൽ ഈ ദൈവിക ജീവൻ നഷ്ടപ്പെടുന്ന എപ്പോഴാ? ഇന്ന് പല വ്യക്തികളുടെ അവസ്ഥ, വചനമൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം തിരുവചനം പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. നമ്മളൊക്കെ സെൽഫോൺ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കും തോറും അതിന്റെ ചാർജ് കുറഞ്ഞു വരും. ലാസ്റ്റ് നമ്മൾ എഴുതി കാണിക്കും, ഇതാ 20%, 10%, ലോ ബാറ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഈ ബാറ്ററി കൊണ്ടുപോയി ചാർജ് ചെയ്യുമ്പോൾ വീണ്ടും ഇതിലേക്ക് ചാർജ് നിറഞ്ഞു വരും. അങ്ങനെ 100% ആകുമ്പോൾ നമ്മൾ ഈ മൊബൈൽ ഫോൺ ഇലക്ട്രിസിറ്റിയിൽ നിന്ന്, കറണ്ടിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യും. ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്, പലപ്പോഴും ഈ ആത്മാവ് നമ്മിൽ നിർവീര്യമായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. എന്നാൽ ഈ ആത്മാവ് നിർവീര്യമായി പോകുമ്പോൾ എന്താ ചെയ്യേണ്ടേ? ഈ ആത്മാവിനെ ചാർജ് ചെയ്യിക്കണം. ചാർജ് ചെയ്തില്ലെങ്കിൽ എന്താ അവസ്ഥ? ഈ ചാർജ് ചെയ്തില്ലെങ്കിൽ നമ്മൾ നോക്കിക്കോ, ഈ മൊബൈൽ ഫോണിന്റെ കാര്യം പറഞ്ഞ പോലെ അവസാനം ലോ ബാറ്ററി ആയി, അവസാനം ഡെഡായി മാറിയിരിക്കുന്ന അവസ്ഥ. എങ്ങനെയാണ് നമുക്ക് നമ്മിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ചാർജ് ചെയ്യാൻ സാധിക്കുക? നമ്മൾ തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മിൽ നിന്ന് ദൈവിക ജീവൻ നിർവീര്യമായി പോവുക. ശ്രമിക്കാതിരിക്കുമ്പോൾ നമ്മൾ ദൈവിക ജീവൻ നിർവീര്യമായി പോവുക. വചനം വായിക്കാതിരിക്കുമ്പോൾ ദൈവിക ജീവൻ നമ്മൾ നഷ്ടപ്പെട്ടു പോയിരിക്കുക. അതുപോലെ സ്നേഹത്തിൽ ജീവിക്കാതിരിക്കുമ്പോൾ ദൈവിക ജീവൻ നമ്മൾ നഷ്ടപ്പെട്ടു പോയിരിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് ആത്മാവിനെ ശക്തിപ്പെടുത്തണം. ഒരുപക്ഷെ എന്നിൽ ഈ പരിശുദ്ധാത്മാവ് നിർവീര്യമായി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ആത്മാവിനെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. എന്താ ചെയ്യണ്ടേ? എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാന, കൂദാശ ജീവിതം, അതിന് അടുക്കും ചിട്ടയുണ്ടാവുക. കുടുംബ പ്രാർത്ഥന അത് തീഷ്ണതയോടുകൂടെ ചെയ്യുക. അതുപോലെ തന്നെ വചനം വായിക്കുക, വചനം പഠിക്കുക, വചനം കണ്ടും പൊട്ടി വിശ്വസിക്കുക, സ്നേഹത്തിൽ വളരുക, ക്ഷമയിൽ വളരുക, ആത്മസമർപ്പണത്തിലും ആത്മസംയമനത്തിലും വളരുക. ഇപ്പോഴൊക്കെ ഇങ്ങനെ നാം ചെയ്യുന്നുവോ, അപ്പോഴെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ശക്തിപ്പെടുമെന്ന് ഓരോ മക്കളും തിരിച്ചറിയുക. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത മറ്റൊരു കാര്യമാണ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാം തിരുവചനം പറയുകയാണ്, രക്ഷയുടെ ദിനത്തിന് വേണ്ടി
നിങ്ങളെ മുദ്ര കുത്തിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. അതിലൊന്നാണ് പരിശുദ്ധാത്മാവ് മാടപ്രാവിന്റെ രൂപത്തിൽ. മാടപ്രാവ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സ്നേഹമൊക്കെ ഉണ്ട്. എന്നാൽ ഈ മാടപ്രാവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മാടപ്രാവിന്റെ കൂട്ടില് നമ്മൾ മുട്ട എടുക്കാൻ വേണ്ടി കൈയിട്ട് കഴിഞ്ഞാൽ ഈ മാടപ്രാവ് നമ്മെ ഇങ്ങനെ നോക്കിയിരിക്കും. കൊത്തില്ല, ഉപദ്രവിക്കില്ല. വീണ്ടും ഈ മുട്ട നമ്മൾ എടുക്കുമ്പോൾ ഈ മാടപ്രാവിന്റെ കണ്ണിൽ നിന്ന് 1-2 തുള്ളി കണ്ണീര് ഇറ്റിറ്റ് വീഴും എന്നാ പറയുന്നത്. എന്നാൽ ഇതിന് പകരം നമ്മൾ പോയി കാക്കയുടെ കൂട്ടിലാണ് കൈയിട്ടെങ്കിൽ എന്താ അവസ്ഥ? കൈവലിച്ചിട്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. അതിന് ഒരു ഷേപ്പാക്കി കാക്ക തന്നിട്ടുണ്ടാവും. എന്നാൽ ഈ മാടപ്രാവ്, ഈ പ്രാവിന്റെ അവസ്ഥ എന്താ? അതിന്റെ കണ്ണിൽ നിന്ന് 1-2 തുള്ളി കണ്ണീര് ഇറ്റിറ്റ് വീണിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നാം പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അവസ്ഥ, ഈ പരിശുദ്ധാത്മാവ് വേദനിക്കുക. അതുകൊണ്ട് വചനം പറയുന്നേ, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്ര കുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഏതെല്ലാ രീതിയിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു. പാപം ചെയ്യുമ്പോഴാണ് ഞാൻ വേദനിപ്പിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് നീ ഓരോ പാപം ചെയ്യുമ്പോൾ വേദനയോടുകൂടെ അല്ലെ കണ്ണീര് ഇറ്റിറ്റ് വീഴ്ത്തുകയാണ് എന്ന് നീ തിരിച്ചറിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ മുൾപ്പടപ്പ് പോലെയുള്ള ജീവിതത്തിന്റെ മേൽ അഗ്നി ഇറക്കണമേ. ഒരുപാട് മുൾപ്പടപ്പുകൾ എൻ്റെ ജീവിതത്തിന്റെ മേലുണ്ട്, എൻ്റെ കുടുംബത്തിന്റെ മേലുണ്ട്. ഇത് ഞാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, അഗ്നി ഇറക്കണമേ. എൻ്റെ മുൾപ്പടപ്പ് പോലെയുള്ള ഓരോ അവസ്ഥകളുടെ മേലും അഗ്നി ഇറക്കണമേ.